നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ സംസാരിച്ചോളി, ഇദ്ദേഹം തന്നെ അനുവാദം കൊടുക്കും. ഇന്നിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോഴേ പറയും, ഇവിടെ ടേപ്പ് നിർത്ത്, മൊബൈൽ നിർത്ത്, എല്ലാം ആകെ മൊത്തം നമ്മുടെ കൺഫ്യൂഷൻ മൊത്തം പോയി, കോൺസെൻട്രേഷൻ എല്ലാം പോയി. എങ്ങനെയാണ്? ഓരോരോ പ്രശ്നങ്ങൾ മൊബൈലിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പേരിൽ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നങ്ങളാണ്. നമസ്കാരത്തിലൊരു സന്തോഷം കിട്ടുകയില്ല, ഒരു ആത്മാർത്ഥത കിട്ടുകയില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. മഹാന്മാരുടെ ചരിത്ര പാഠങ്ങൾ ഇങ്ങനെയാണ്. നമസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞാൽ സംസാരിച്ചോളാൻ പറയും. നിങ്ങൾ സംസാരിച്ചു, എനിക്ക് സംസാരമൊന്നും വിഷയമേ അല്ല. ആ ഒരു നമസ്കാരം അല്ലാഹു നമുക്ക് തരട്ടെ. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടിമ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ലാ യുക്തബു ലഹു ഇല്ലാ നിസ്ഫുഹാ വറുബുഹാ വസുലുസുഹാ വഖുമുസുഹാ വസുദുസുഹാ. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ നമസ്കാരത്തിന്റെ പകുതിയോ, 1/3, 4/1, 5/1, 6/1, ഇല്ലെങ്കിൽ 10/1 മാത്രമേ സവാബ് എഴുതപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളി, നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താവും, 60 വർഷമായിട്ട് ഇന്ന് വരെ ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമാ യുക്തബു ലിൽ മുസല്ലീന മാ അഖല. ഏതൊരു സത്യവിശ്വാസിനിയും ചിന്തിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഓർത്ത് നമസ്കരിച്ചോ, ആ നമസ്കാരത്തിൽ എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ് അല്ലാഹയെ ഓർത്തുവോ, എത്ര സമയം അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചുവോ, അതല്ലാതെ അതിൽ അല്പം പോലും കൂടുതൽ രേഖപ്പെടുത്തുകയില്ല. നിസ്കാരം ശ്രദ്ധിച്ചോളി. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി 4 റക്അത്ത് അടിച്ച് വീടുമല്ലോ നമ്മൾ. ഈ 4 റക്അത്തിനകത്ത് അല്ലാഹു സ്വീകരിക്കുന്നത് 10ൽ 1 നന്മയായിരിക്കും, 9ൽ 1 8ൽ 1 7ൽ 1 6ൽ 1 3ൽ 1 അല്ലാഹു സ്വീകരിക്കുന്നത്. എങ്ങനെ അത്? ഈ നമസ്കാരം നമ്മുടെ ചിന്തകൾ നമ്മളെ അലട്ടിക്കളയുന്നു, നമസ്കാരത്തിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ തെറ്റിച്ചു കളയുന്നു. അപ്പോൾ ആരൊരാൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പരിപൂർണമായി അള്ളാഹുവിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടി എത്ര സെക്കൻഡ് നിൽക്കുന്നുവോ അത് മാത്രമേ എഴുതപ്പെടുകയുള്ളൂ, ബാക്കിയൊന്നും എഴുതപ്പെടുകയില്ല, രേഖപ്പെടുത്തപ്പെടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയൊന്നും രേഖപ്പെടുത്തുകയില്ല. മനസ്സിലായോ? നിസ്കരിക്കുന്നവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഏതെല്ലാം ചിന്തകളും വെച്ചോണ്ട് നമ്മൾ നിസ്കരിക്കുക, 10ൽ 1 നമുക്ക് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ പരിപൂർണതയിൽ എത്തിക്കുമാറാകട്ടെ, പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നത്. സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരം, ദുആ കഴിയുക, ചാടി എഴുന്നേറ്റ് പോവുക. ഫർള് നിസ്കാരമോ സമയത്ത് ലാസ്റ്റിൽ വന്ന് എങ്ങനെയോ ഓടിച്ചിട്ട് നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. അതാണ് മുനാഫിഖീങ്ങളുടെ നിസ്കാരം, പടപടാന്നുള്ള നിസ്കാരം. പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ സല്ലാ റജുലുൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ ഫീനാ. ഹബീബായ തങ്ങൾ ഞങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ പാടെ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഫസല്ലമ അലൈഹി, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ സലാം പറയുകയാ. ഫറദ്ദ അലൈഹി സലാം, സലാം മടക്കിയ ശേഷം നബി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏ സഹോദരാ, ഇർജി, മടങ്ങോ, ഫസല്ലി, നമസ്കരിക്കൂ, ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, പോ. നബീന റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുകയാ. ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുന്നു, നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോ ഇവിടെ ഫിത്ന മജ്ലിസൊക്കെ ഉണ്ടല്ലോ, ഓരോ പള്ളികളിൽ ഉണ്ടല്ലോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർ നിസ്കരിക്കാൻ, അവൻ്റെ പാൻറ് കണ്ടില്ലേ, അവൻ്റെ ഉപ്പൂറ്റിയുടെ അഴുക്ക് കണ്ടില്ലേ, ഈ പിറകെ നിൽക്കുന്ന ഒരു ഇമാമിനെ നോക്കുന്ന പോലെ മുൻസഫി നിൽക്കുന്നവർ പിറകെ സഫുകാരെ നോക്കും. ഓരോരുത്തർ അവനിട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനും നോക്കും. പിറകെ നിസ്കാരം കഴിഞ്ഞ ഉടനെ
കാരണം മുണ്ടേ ഇച്ചിരി കീറിയിട്ടിട്ടുണ്ട് നിസ്കാരത്തിൽ. മുണ്ട് കീറിയെന്ന കാര്യം ഇയാൾ നിസ്കാരത്തിലാണ് കണ്ടത്. അപ്പോൾ ഇവൻ്റെ നോട്ടം എങ്ങോട്ടാണ് ചിന്തിച്ചു, എങ്ങോട്ടായിരിക്കും ഇവൻ്റെ ചിന്ത എന്തായിരിക്കും? ഇപ്പം നമസ്കാരത്തിൽ തെറ്റ് വരും, നമ്മൾ ആർക്കും അറിയില്ല. നിസ്കാരം തെറ്റുമ്പോൾ ഫ്രണ്ടിൽ എല്ലാവരും ചിലർ സുബ്ഹാനല്ലാ പറയണോ വേണ്ടായോ, തെറ്റിയോ ഇല്ലയോ ഒരു സംശയം. ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്രശ്നമായി തീരുവോ, ഉസ്താദെങ്ങാനും ജുമായ്ക്ക് ഇനി വെറുതെ സുബ്ഹാനല്ലാ വിളിച്ച് പറഞ്ഞു ജുമായ്ക്ക് പറഞ്ഞാലോ, ചിലപ്പോൾ തെറ്റിക്കാണ് ഇയാൾക്ക് ഒരു ഉറപ്പാണ്. പക്ഷേ എന്നാൽ ഒരു കൺഫ്യൂഷൻ, എന്നാൽ പിന്നെ പറയണ്ട പോട്ടെ, ആരെങ്കിലും വേറെ ആൾ പറയുമോ നോക്കട്ടെ. ചില ആളുകൾ ഇങ്ങനെ ഇരുന്നുണ്ട്, തെറ്റിയതുപോലെ അടുത്ത് ഇങ്ങനെ തോണ്ടി കൊടുക്കും, തെറ്റിയെന്ന് തോന്നുന്നു ഉസ്താദിന്, പതുക്കെ ഒന്ന് തോണ്ടി കൊടുക്കും. അപ്പം അയ്യാക്ക് അപ്പം ഇങ്ങനെ മൂളും. ഇങ്ങേർക്കറിയില്ല, ഇങ്ങനെ വേറെ ഏതോ ലോകത്ത ബഗ്ദാദിൽ ഇങ്ങനെ കൈ കെട്ടിയതിന് ശേഷം അപ്പം ഇങ്ങനെ തോണ്ടിയപ്പോൾ ഇങ്ങനെ എന്തിനാ തോണ്ടി എല്ലാ എന്താ പണ്ടിൽ ആരാണ്ട പറയുന്ന പോലെ പെണ്ണുങ്ങൾ തറാവി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പൂച്ച അങ്ങാണ്ട ചാടി. അപ്പോൾ ഒരു പെണ്ണുമ്പിള്ള പൂച്ച അപ്പോൾ അടുത്ത് നിന്നൊരു പെണ്ണുമ്പിള്ള നിസ്കാരത്തിലില്ലയോ നീ. അപ്പോൾ വേറൊരു പെണ്ണുമ്പിള്ള നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തിലായി. നിസ്കാരത്തിൽ എല്ലാവരും മൂന്നാമത് 10 കൊടുത്താണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തില്ല. അപ്പോൾ അവരുടെ 10 എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നതാണ്, മുകളിലോട്ട് വാച്ചിലോട്ടൊക്കെ നോക്കുന്നതാണ്. നിസ്കാരത്തിലാണ്. എന്താ ഇത്? നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കൾ ഒരു പക്ഷേ മുകളിലോട്ട് നോക്കിയിരുന്നു. അപ്പോഴാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിങ്ങൾ നമസ്കാരത്തിൽ താഴോട്ട് നോക്കണമെന്ന് ആയത്ത് ഇറങ്ങിയത്. അതോടുകൂടി അവർ നോട്ടമൊക്കെ നിലം താഴോട്ടാക്കി, പിന്നെ മുകളിലോട്ട് നോക്കാറില്ല. അപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കണം. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ ഇന്നൽ അബ്ദ ഇദാ ഖാമ ലിസ്സലാ റഫഅ അല്ലാഹു സുബ്ഹാനഹു ബൈനഹു വബൈന അബ്ദിഹി അൽ ഹിജാബ്. നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, നല്ല ഒരു ഹദീസായത്, നല്ല ഒരു ഹദീസാണിത്. നമ്മൾ നമസ്കരിക്കുന്നത് ആരുടെ മുന്നിലാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ നമസ്കാരത്തിലുള്ള ടേസ്റ്റ് കിട്ടാത്തത്? ഇന്നൽ അബ്ദ, ഒരടിമ, ഇദാ ഖാമ ലിസ്സലാത്തി, നമസ്കരിക്കാൻ അവൻ നിന്ന് കഴിഞ്ഞാൽ, റഫഅ അല്ലാഹു സുബ്ഹാനഹു അൽ ഹിജാബ ബൈനഹു വബൈന അബ്ദിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള മറ പടച്ച തമ്പുരാൻ തുറക്കും. പിന്നെ നേരിട്ട് ആരെ കാണുന്നു? അല്ലാഹുവും നീയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല സാധനത്തിന്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ലാഹു പറയാൻ, നബി തങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണിത്. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലാഹുവും അടിമയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു മറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിക്കളയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മറ നിന്റെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. നീ റബ്ബിന്റെ മുഖത്ത് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഈ രഹസ്യം നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മൽതഫത, ആ റബ്ബിന്റെ മുഖത്ത് നിന്ന് നിന്റെ മുഖത്തെ തിരിക്കാൻ നീ തയ്യാറാകുമായിരുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള നമസ്കാരം. അപ്പോൾ ഒരു വിശ്വാസികളെ അപേക്ഷിച്ചിടത്തോളം ആ വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിലൂടെ സല്ലാ റജുലുൻ ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളും ഹബീബായ തങ്ങളെ നമസ്കരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ റസൂൽ ഇരിക്കുമ്പോ സല്ലാ റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാ. ഫജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹളറത്തിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട് ഫസല്ലമ അലൈഹി, നബി തങ്ങൾക്ക് സലാം പറഞ്ഞു അത്രേ. ഫറദ്ദ അലൈഹി, ഹബീബായ തങ്ങളെ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജിഅ ഫഇന്നക ലം തുസല്ലി, പോയി മടങ്ങ്, പോയി നിസ്കരിര്, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഫറജ, അദ്ദേഹം മടങ്ങി. ഫസല്ല കമാ സല്ല, ആദ്യം നമസ്കരിച്ചതുപോലെ തന്നെ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു. ഫസല്ലമ അലൈഹി, ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലി. ഫറദ്ദ അലൈഹി, നബി തങ്ങൾ മടക്കി. ഫഖാല, വീണ്ടും പറഞ്ഞു, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോ നിസ്കരിര്, നീ നിസ്കരിച്ചിട്ടില്ല.
മൂന്നാമത് വീണ്ടും നമസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് സലാം പറയുകയും നബി തങ്ങളെ സലാം അടക്കുകയും ചെയ്തപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇർജി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. 3 പ്രാവശ്യം ഒരേപോലെ നമസ്കരിച്ച ചെറുപ്പക്കാരനായ സഹാബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ അങ്ങയെ ഏതൊരു റബ്ബാണോ സത്യത്തിന്റെ മതവും സത്യത്തിന്റെ ദൂതനുമായി നിയോഗിച്ചത്, മാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇങ്ങനെ അല്ലാതെ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല നബിയേ എന്ന് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കേണ്ട വിശ്വാസികളെ നമസ്കരിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കുകയാ. ഇദാ ഖുംത ഇലസ്സലാഹ്, ആരൊരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ അവൻ നിന്നുകൊള്ളട്ടെ നമസ്കാരത്തിലേക്ക്, പരിപൂർണമായി നല്ല മനസാന്നിധ്യത്തോടെ നിന്നുകൊള്ളട്ടെ. ആരെങ്കിലും നമസ്കരിക്കാൻ തയ്യാറായാൽ സ്റ്റഡിയായി നല്ലതുപോലെ നിവർന്ന്, ഒടിച്ചു കുത്തിയതുപോലെ ആകാതെ, വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആകാതെ, പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആകാതെ നല്ല നിവർന്ന് സ്റ്റഡി ആയിട്ട് നിന്നുകൊള്ളട്ടെ. ثم قرأ ما تيسر معك من القرآن, നിനക്കറിയാവുന്ന ഖുർആനിന്റെ സൂറത്തുകൾ നീ ഓതിക്കൊള്ളുക. നിനക്കറിയാവുന്ന മഅക, നിന്നോടൊപ്പം ഉള്ള ആയത്ത്, നിന്റെ അടുക്കൽ ഏത് സൂറത്താണ് ഏത് ആയത്താ ഉള്ളത് നിനക്കറിയാവുന്ന ഏതാ, നല്ലവണ്ണം അറിയാവുന്ന ഏതാ, ആ ആയത്ത് നീ ഓതുക. നല്ലപോലെ സ്റ്റഡിയായി നിൽക്കണം. ശേഷം ഫകബ്ബിർ, നീ തക്ബീർ ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ثم قرأ ما تيسر معك من القرآن, ഖുർആനിൽ നിന്ന് നിനക്കറിയാവുന്ന ചെറിയ സൂറത്താണെങ്കിലും വലിയ സൂറത്താണെങ്കിലും നിനക്കറിവുള്ളത് നീ ഓതിക്കൊള്ളുക. ثم اركع حتى تطمئن راكعا, ശേഷം നീ റുകൂ ചെയ്യണം. ആ റുകൂയിൽ നീ അല്പസമയം അനക്കമടങ്ങണം. ഹത്താ തർകുഅ, നല്ല നിലയിൽ സമാധാനത്തോടുകൂടി റുകൂ ചെയ്യുക. ചില ആൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, നമസ്കാരം പിന്തിച്ച് താമസിച്ചു വരുന്ന നമസ്കാരക്കാരെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുനാഫിഖീങ്ങളാണ് അവർ. തിൽക സലാത്തുൽ മുനാഫിഖി യജ്ലിസു സുമ്മ യർഖബു ശംസ്, സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിയിട്ടോ ഇങ്ങനെ ഇരിക്കും. ആയില്ല കാത്തു കൊടുക്കാറായില്ല, സ്കരിക്കാറായില്ല, ഇങ്ങനെ സൂര്യൻ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബീച്ചിൽ പോയിരുന്നിട്ട് താന്നില്ല, എത്തിയില്ല, അസർ ഇനി സമയം കിടക്കുന്നു, ആ കടലിൽ വീഴുന്നവരെ സമയമുണ്ട്, ഇപ്പോഴുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ പിശാചിന്റെ കോലത്തിലെത്തി അത് മൊത്തം മറയുന്നത് വരെ എത്തും. ശേഷം ഓടി വരും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. 4 റക്അത്ത് നമസ്കരിച്ചു. 4 റക്അത്ത് അവൻ കൊത്തി. 4 റക്അത്ത് അവൻ കൊത്തി. കമാ യർകുഉൽ ഗുറാബു അദ്ദമ, കമാ യർഖുദുൽ ഗുറാബു അദ്ദമ, രക്തം കാക്ക കൊത്തിയെടുക്കുന്നത് പോലെ കൊത്തുന്നത് പോലെ ഇവൻ 4 റക്അത്ത് വന്നു കൊത്തി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, ഈ നമസ്കാരത്തിൽ ഇവൻ അല്പമല്ലാതെ ഇവനൊന്നും ഓതിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? സമയമില്ലല്ലോ. ഈ സമയമില്ലാത്ത സമയം നമസ്കരിക്കാൻ വരുമ്പോ ഈ നമസ്കാരക്കാരനെ കുറിച്ചാ പറയുന്ന മുനാഫിക്കിന്റെ നമസ്കാരം. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, ഇതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. കാക്ക കൊത്തുന്നത് പോലെ കൊത്തുക. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചെടുത്ത് എങ്ങനെ? സമാധാനത്തോടുകൂടി നീ റുകൂ ചെയ്യ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ റുകൂ ശരിയായില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം,
മാ മിൻ മുസല്ലിൻ ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ഒരു നമസ്കാരക്കാരൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന്റെ വലതു ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ, ഇടതു ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ. ഫഇദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ സഇദത് ഇലസ്സമാ. ആരൊരാളുടെ റുകൂഉം സുജൂദും സമാധാനത്തോടെയാണ് അവൻ മുതുകു വളച്ച് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം ആകാശത്തേക്ക് ഉയരുമത്രേ. ഫഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വലൽ ഖിറാഅത ഫീഹാ. ആരൊരാളുടെ നമസ്കാരത്തിലെ റുകൂഅോ സുജൂദോ ഖുർആൻ ഓതലോ ശരിയായില്ല എങ്കിൽ യുലഫു കമാ തുലഫു കമാ യുലഫു ثوبുൽ ഖലിഖു വയുളറബു അലാ വജ്ഹി സാഹിബിഹാ. പഴന്തുണി ചുരുട്ടി കൂട്ടപ്പെടുന്നത് പോലെ ചുരുട്ടി കൂട്ടി ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായോ? ആകാശത്തേക്ക് ഉയരുകയില്ല, ആകാശത്തേക്ക് ഉയരുകയില്ല റുക്കൂ ശരിയായില്ല എങ്കിൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, സഹോദരാ നീ നമസ്കരിക്കാൻ നിന്നാൽ ഹത്താ തത്മഇന്ന റാക്കിയ, സമാധാനത്തോടെ നീ റുക്കൂ ചെയ്യണേ. പിന്നീട് റുക്കൂയിൽ നിന്ന് നീ സ്റ്റഡിയായി സമാധാനത്തോടെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തണേ. ധൃതി പിടിച്ച് നീ സുജൂദ് ചെയ്യരുത്, സമാധാനത്തോടെ മുതുക് വളച്ചുകൊണ്ട് നീ സുജൂദ് ചെയ്യണമേ. അല്പസമയം നീ സുജൂദിൽ കിടക്കണമേ. പിന്നീട് അല്പം സാവകാശത്തോടെ നീ ഇരിക്കണമേ. വീണ്ടും നീ സമാധാനത്തോടു കൂടി സുജൂദ് ചെയ്യണമേ. എല്ലാ നമസ്കാരത്തിലും ഇതേപോലെ സാവകാശത്തോടെ നമസ്കരിക്കണമേ. നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ സാവകാശം നമസ്കരിക്കണമെങ്കിൽ നേരത്തെ വരണ്ടേ, സമയത്തിന് മുമ്പ് വരണ്ടേ? പാതി സമയത്ത് സമയം തീരാറാകുമ്പോൾ വന്നാൽ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? ആ നമസ്കാരമാണ് മുനാഫിക്കിന്റെ നമസ്കാരം, ആ നമസ്കാരമാണ് മുനാഫിക്കിന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സല്ലാ അന്നഹു റആ റജുലൻ യുസല്ലി, അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കുന്നത് കാണുകയാ. വലാ യുതിമ്മ റുകൂഅഹാ വലാ സുജൂദഹാ, ആ നമസ്കാരത്തിലെ റുകൂഅോ സുജൂദോ ശരിയായ വണ്ണം നിറവേറ്റാതെ ഒരു ചെറുപ്പക്കാരൻ കാക്ക കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നമസ്കാര ശേഷം ഇദ്ദേഹം അദ്ദേഹത്തെ വിളിക്കുകയാ. ഏയ് വാ ഇവിടെ. മുൻദു കം തുസല്ലി, മുൻദു കം തുസല്ലി ഹാദിഹി സലാ, നീ എത്ര നാൾ കൊണ്ടാ ഇങ്ങനെ നമസ്കരിക്കുന്നത്? മുൻദു 40 സന, 40 വർഷക്കാലം ഞാൻ നമസ്കരിക്കുന്നത് ഇതേ കോലത്തിലാണെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാ. 40 വർഷമായിട്ട് എങ്ങനെ നമസ്കരിക്കുന്നത്? ആ സഹോദരൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നക ലം തുസല്ലി മുൻദു 40 സന വ ഇൻ മുത്ത അലാ ഗൈരി ഫിത്റതി മുഹമ്മദിൻ, നീ 40 വർഷം പോയിട്ട് 40 ദിവസം പോലും നീ നമസ്കരിച്ചിട്ടില്ല. നിന്റെ ഈ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുമില്ല. ഇതേ കോലത്തിലാണ് നീ നമസ്കരിച്ച് മരണപ്പെടുന്നതെങ്കിൽ മുത്തഅലാ ഗൈരി ഫിത്റതി മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മില്ലത്തിൽ നിന്ന് പുറത്തായവനായ അവസ്ഥയിലായിരിക്കും നീ മരണപ്പെടുക. ഈ നമസ്കാരം മുനാഫിഖീങ്ങളുടെ നമസ്കാരമത്രേ. ധൃതി പിടിച്ച് നിസ്കരിക്കുന്ന ഓർത്തോളി, സമാധാനത്തോടുകൂടി സാവകാശത്തോടുകൂടി സമയമെടുത്ത് നമസ്കരിക്കണം. അതിനാണ് നേരത്തെ പള്ളിയിൽ വരണമെന്ന് പറയുന്നത്. നേരത്തെ വരണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ജമാഅത്ത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ വഖത്തിൽ തന്നെ നമസ്കരിക്കണം. രണ്ടാമത്തെ വഖത്തിൽ നമസ്കരിച്ചാലോ അവരെ കുറിച്ചുള്ള എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? കേട്ടോളേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഫഖാല, ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ, പ്രാരംഭ സമയത്ത് തന്നെ നമസ്കരിക്കുക. വമൻ തറക സ്വലാത ഫലാ ദീന ലഹു, ആരൊരാൾ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവർക്ക് ദീനില്ല, മതമില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം ഇസ്ലാമിന്റെ തൂണാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത്? അസ്സലാത്തു ലിവഖ്തിഹാ, ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കണം. സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, സഹോദരങ്ങളെ നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കടയൊക്കെ അടച്ചിട്ട് ജോലി കഴിഞ്ഞിട്ട് നമസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ജോലി ചെയ്യുന്ന ജോലിക്കാരെ മനസ്സിലാക്കണം. പാടത്ത് ഉഴുതുമറിക്കുന്ന തൊഴിലാളികള്, ഉഴൈപ്പാളികള്, കൃഷിക്കാര് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ലുഹറിന്റെ സമയങ്ങൾ പാഴാക്കിയിട്ട് അസറിനോട് ചേർത്ത്, അല്ലെങ്കിൽ ലുഹറും അസറും ഖളാ ആക്കി മഗ്രിബിനോട് ചേർത്ത് നമസ്കരിക്കുന്നവർ ഓർത്തുകൊള്ളണം, അഴുക്ക് ഒരിക്കലും നമസ്കാരത്തിന് തടസ്സമല്ല. നജീസ് മാത്രമാണ് തടസ്സം, അഴുക്ക് തടസ്സമല്ല. മണ്ണിലോ കല്ലിലോ സിമന്റിലോ നിങ്ങൾ കൈകാലുകളിട്ട് കുഴച്ചിട്ട് നിങ്ങൾ അതെല്ലാം കഴുകിയിട്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ജോലി ചെയ്തോളി, പ്രശ്നമില്ല. ശരീരത്തിൽ കീലോ കറയോ ആണെങ്കിൽ ആ ഒളിവെടുക്കുന്ന അവയവങ്ങൾ മാത്രം ശുദ്ധിയാക്കി നിങ്ങൾ ഒളിവെടുത്ത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളട്ടെ. ജോലിയുടെ പേരും പറഞ്ഞ് നമസ്കാരം നിങ്ങൾ പാഴാക്കരുത്. അങ്ങനെ പാഴാക്കിയാൽ അവരുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, ഒരിക്കലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അതാണ് ഈ ഹദീസുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ഹദീസിലൂടെ പറയാണ്, ഇന്ന റജുലൻ സല്ലാ ഇദാ സല്ലൽ അബ്ദു അസ്സലാത ഫീ വഖ്തിഹാ ഫീ അവ്വലി വഖ്തിഹാ, ഒരു അടിമ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ, അതിന്റെ പ്രഥമ സമയത്ത് തന്നെ, പ്രാരംഭ സമയത്തിൽ തന്നെ ഒരാൾ നമസ്കരിച്ചാൽ സഅദത ഇലസ്സമാ, ആ നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുമത്രേ. ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് ആകാശലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ വരെ അതെത്തുമേ. അങ്ങനെ അർശിന്റെ തണലിൽ എത്തിക്കൊണ്ട് ഈ നമസ്കാരം നമ്മ നിറവേറ്റിയ വ്യക്തിക്ക് വേണ്ടി അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഈ നമസ്കാരം അവന് വേണ്ടി പാപമോചനം തേടുമത്രേ. ഫഖാല, ആ നമസ്കാരം പറയും, ഹഫിളകല്ലാഹ് കമാ ഹഫിൾതനീ, എന്നെ സൂക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെ നരകകുണ്ടാരത്തിൽ നിന്ന് സൂക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഗ്നിയിൽ നിന്ന് സൂക്ഷിക്കട്ടെ. അല്ലാഹു ഇടങ്ങേറിൽ നിന്ന് സൂക്ഷിക്കട്ടെ. അപകടങ്ങളിൽ നിന്ന് സൂക്ഷിക്കട്ടെ. ശിർക്കുകളിൽ നിന്നും കുഫ്റുകളിൽ നിന്നും അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ. വാനലോകത്ത് അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഓരോ വഖത്ത് നമസ്കാരവും അത് ശരിയായ വണ്ണം നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ പോയ നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇദാ സല്ലൽ അബ്ദു അസ്സലാത ഫീ ഗൈരി വഖ്തിഹാ, ആദ്യത്തെ സമയത്ത് നമസ്കരിക്കാതെ പിന്തി വന്ന് നമസ്കരിക്കുന്ന സഹോദരാ, ജമാഅത്ത് മുടക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദരാ, ഉദാസീനതയോടെ, അലസതയോടെ, അലംഭാവത്തോടെ നമസ്കരിക്കുന്ന സഹോദരാ, വീട്ടിൽ ജോലി ചെയ്തിട്ട് സഹോദരിമാരെ സുബഹിയുടെ നമസ്കാരവും ളുഹറിന്റെയും അസറിന്റെയും എല്ലാം ചേർത്ത് വെച്ച് ടോട്ടലായിട്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുന്ന സഹോദരിമാരെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവ്വലു വഖത്തിൽ, ആദ്യത്തെ സമയത്ത് നമസ്കരിക്കാതെ നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് ഒരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ സഅദത ഇലസ്സമാ, ആകാശത്തേക്ക് നമസ്കാരം ഉയരും
ഉയരുമത്രേ. ആകാശത്തേക്ക് ഉയരുമ്പോ വഅലൈഹാ ളുൽമത്തുൻ, ആ നമസ്കാരം ഒരു മൂടാപ്പ് പോലെ, കറുത്ത് ഇരുണ്ട് മൂടി അമാവാസി പോലെ. ആകാശ ലോകത്തെ മലക്കുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ആകാശ ലോകത്ത് വെച്ച് തന്നെ അത് ചുരുട്ടിക്കൂട്ടപ്പെടുകയും ആ മലക്കുകൾ ഇറങ്ങി വന്ന് ഈ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് അത് വലിച്ചെറിയുകയും ചെയ്യുമത്രേ. ഫഖാല, ശേഷം അവര് പറയും, ലയ്യാകല്ലാഹു കമാ ലയ്യഅതനി, എന്നെ പാഴാക്കിയതുപോലെ, എന്നെ പിന്തിച്ചതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ എന്ന് പിന്തി വന്ന് നമസ്കരിക്കുന്ന നമസ്കാര ശാപ പ്രാർത്ഥന കൊണ്ട് മലക്കുകൾ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കരിച്ചാൽ കൃത്യസമയത്ത് സ്കരി, ഇല്ലെങ്കിൽ ഇപ്പോ ഇടികൊള്ളാൻ തയ്യാറായിക്കോ. ഒക്കെ ഹദീസ് ഓതിയാ ഞാൻ വെറുതെ പറയല്ല. സലാസത്തുൻ, മൂന്ന് കൂട്ടർ, ലാ തഖ്ബലു മിൻഹും സലാഹ്, അല്ലാഹു അവരിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കുകയില്ല. റജുലുൻ, ഒന്നാമതൊരു ഒരു സഹോദരൻ, തഖദ്ദമ ഖൗമ, ഒരു സമൂഹത്തിന് ഇമാമത്തിന് നേതൃത്വം വഹിക്കുന്നു, വഹും ലഹു കാരിഹൂൻ, സമുദായമോ ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഏതൊരു വ്യക്തി ഇമാമായി നിന്ന് നമസ്കരിച്ചാൽ അവനോട് അല്ലാഹു നാളെ സംസാരിക്കുകയുമില്ല, അവൻ നരകവാസിയാണ്. റബ്ബ് അവന്റെ ഒരു സുന്നത്തോ ഫർളോ ആയ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട്, വറജുലുൻ അത്തസ്സലാത ദിബാറാ, നമസ്കാരത്തെ പിന്തി കൊണ്ടുവരുന്ന വ്യക്തി, ആ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞ് ഉദാസീനതയോടുകൂടി അലംഭാവത്തോടുകൂടി ഖളാഇന്റെ സമയം എത്തിയപ്പോ നമസ്കാരത്തെ കൊണ്ടുവരുന്ന വ്യക്തി ആരാണോ അവരുടെ നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനം മൂന്നാമത്തെ നമ്മുടെ കാര്യത്തിൽപ്പെട്ടതല്ല, അത് സ്വതന്ത്രനെ അടിമയാക്കി വെക്കുന്നവൻ, ഇവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. നമസ്കാരം എപ്പോഴും വന്നാലും അവസാനത്തിൽ വന്ന് അങ്ങോട്ട് നമസ്കരിക്കുക, അവസാനത്തിൽ കടയൊക്കെ കടന്ന് കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് നമസ്കരിക്കുക. ആ നമസ്കാരക്കാരൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പോയത് തന്നെ, എല്ലാം കട്ടപ്പോകയാ സംഭവം. അല്ല, നമ്മളിപ്പോൾ ഈ പള്ളിയിലെ ജോലി ആയതുകൊണ്ട് നമ്മുടെ കാര്യം കഴിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. റാഹത്ത്, അതുകൊണ്ട് വല്ല പള്ളി ജോലിയല്ലോ നോക്കിയോ എല്ലാവരും. പള്ളി ജോലി നോക്കാൻ നിൽക്കേണ്ട, പള്ളിയെങ്ങും ഇല്ല. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിനി എന്തിന്, നമുക്ക് അല്ലാഹു തആല നമുക്ക് ജോലി തന്നിട്ടുണ്ട്, കട തന്നിട്ടുണ്ട്, കച്ചവടം തന്നിട്ട്, അല്ലാഹു അതിൽ ബർക്കത്ത് ചെയ്യും. നിങ്ങൾ കൃത്യസമയത്ത് പള്ളിയും ജമാഅത്ത് നിസ്കരിക്കും, അല്ലാഹു അത് വലിയ കൂലി തരുമല്ലോ. അതാണല്ലോ യഥാർത്ഥ നമസ്കാരം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയി നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ, നീ മുസ്ലിമായി റബ്ബിന്റെ കോടതിയിൽ ഞെളിഞ്ഞു നിൽക്കാൻ ആരൊരാൾ ആഗ്രഹിക്കുന്നു, ഫൽയുഹാഫിൽ അലാ ഹൗലാഇ സ്വലവാത്തിൽ ഖംസ, ഈ 5 നേര നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ ജമാഅത്തായി നമസ്കരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമേ, അതിൽ നിങ്ങൾ നിലകൊള്ളണമേ. ഫഇന്നല്ലാഹ ശറഅ നബിയകും സുനനൽ ഹുദാ വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, നിശ്ചയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഇസ്ലാമിക നിയമങ്ങളെ, കർമ്മമണ്ഡലങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പരമപ്രധാനമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. അത് അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ മുസ്ലിമായ വ്യക്തിയുടെ ഉദാഹരണവും അവന്റെ അടയാളവും അത്രേ. ആരൊരാൾ ആ നമസ്കാരം, വൈന്നകും സല്ലൈതും ഫീ ബുയൂതികും, ആരൊരാൾ ആ നമസ്കാരം പള്ളിയിൽ നമസ്കരിക്കാതെ ആ സുന്നത്തിനെ ഒഴിവാക്കിക്കൊണ്ട്, ആ ജമാഅത്ത് ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ നമസ്കരിക്കുന്നു, അവരെ മുനാഫിഖീങ്ങളായിട്ടാണ് സഹാബത്തും നബിയും കണ്ടിരിക്കുന്നത്. വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു ഇല്ല
ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖി ഔ മരീദ്. രണ്ട് കൂട്ടരല്ലാതെ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കുകയില്ല. ഞങ്ങളുടെ വീക്ഷണത്തിൽ, ഞങ്ങളുടെ പരിശ്രമത്തിൽ, ഞങ്ങളുടെ ഗവേഷണത്തിൽ നബിയും സഹാബത്തും പറയുകയാണ്, രണ്ട് കൂട്ടരല്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുകയില്ല. ഒന്ന് ഇല്ല മഅലൂമുൻ നിഫാഖ്, കാപട്യത്തിന്റെ അടയാളമുള്ളവൻ, കപടവിശ്വാസി, അവൻ നമസ്കാരം ബന്ധിച്ചേ നമസ്കരിക്കുകയുള്ളൂ, ജമാഅത്ത് ഒഴിവാക്കുന്നവനായിരിക്കും. ഔ മരീളുൻ, അല്ലെങ്കിൽ രോഗിയായാൽ അവനും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നവനായിരിക്കും. രോഗിക്ക് ഉദ്റുണ്ട്, പക്ഷേ മുനാഫിഖീങ്ങൾക്ക് ഉദ്റില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ ഫലാ തജിദ ലഹും നസീറാ. തീർച്ചയായും കപടന്മാർ, കപടവിശ്വാസികൾ, നമസ്കാരത്തിൽ കളവ് കാണിക്കുന്നവർ, നമസ്കാരത്തിൽ കാപട്യം കാട്ടുന്നവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലത്രേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ നമസ്കാരം, മുനാഫിഖീങ്ങളുടെ നമസ്കാരം. ഒരു കാരണവുമില്ലാതെ 2 റക്അത്ത് 2 വഖത്ത് നമസ്കാരം ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ, മൻ ജമഅ ബൈന സ്വലാത്തൈനി ബിലാ ഉദ്രിൻ ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ കബായിർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാരണവും കൂടാതെ ആരൊരാൾ 2 വഖത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയോ, ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ കബായിർ. വൻ പാപങ്ങളുടെ പട്ടികയിൽ പെട്ടവനായി, വൻ പാപികളുടെ കൂട്ടത്തിൽ പെട്ടവനായി, വൻ പാപങ്ങളുടെ വാതിൽക്കൽ എത്തിയവനായി, വൻ പാപം ചെയ്തവരുടെ പട്ടികയിൽ നാളെ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരൻ ആരെന്നറിയുമോ? ഒരു കാരണവുമില്ലാതെ 2 വഖത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയവനത്രേ. എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ജമ്മ ചെയ്തവനല്ല, നാട്ടിലുണ്ടായിരിക്കുമ്പോ അസറിന്റെ സമയം വരെ ലോഹറും ബന്ധിച്ചവൻ, മഗ്രിബിന്റെ സമയം വരെ അസറും ബന്ധിച്ചവൻ, ഇശാഇന്റെ സമയം വരെ മഗ്രിബും ബന്ധിച്ചവൻ, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ സുബഹിയെ ബന്ധിച്ചവൻ. ഇവർക്കുള്ള ശിക്ഷയാണ് ഏറ്റവും വലിയ പാപിയാൻ. ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ കബായിർ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൻ പാപങ്ങളിൽ പെട്ടുപോകും, വൻ പാപിയായി മാറും. മാത്രമല്ല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരൊരാൾ ഒരു കാരണവുമില്ലാതെ നമസ്കാരം പാഴാക്കിയാൽ ലം യബ്യഅബ ഇല്ലാഹു മിൻഹു ബിഹസനാതിഹി. മൻ, ആരൊരാൾ ലഖിയല്ലാഹ വഹുവ മുളയ്യിഉൻ ലിസ്സലാഹ്, ഈ ദുനിയാവിൽ ഒരുപാട് നന്മ ചെയ്തവനായിരിക്കാം, ഒരുപാട് പള്ളിക്ക് കൊടുത്തവനായിരിക്കാം, ഒരുപാട് പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചവനായിരിക്കാം, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്തവനായിരിക്കാം, പട്ടിണി പാവങ്ങളെ സഹായിച്ചവനായിരിക്കാം. പക്ഷേ നമസ്കാരമില്ലാത്തവനായിരുന്നു, ഒരുപാട് ധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാ. അവരെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ലഖിയല്ലാഹ വഹുവ മുളയ്യിഉൻ ലിസ്സലാഹ്, ആരൊരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു നമസ്കാരം പാഴാക്കിയവനായി, ലം യഅബ ഇല്ലാഹു മിൻഹു ബിഹസനാതി, അവൻ ചെയ്ത ഒരു തരിമ്പ് നന്മ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിങ്കൽ അതൊന്നും ഒരു പുണ്യകർമ്മമേ അല്ല. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇദാ ഇന്നർ റജുല ഇദാ മാത ഇദാ ഉദ്ഖില ഖബറഹു യുസ്അലു അൻഹു അവ്വല ശൈഇൻ മിനസ് സ്വലാഹ്. ഒരു അടിമ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ അടിമയെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആദ്യമായി കർമ്മപരമായി അവനോട് ചോദിക്കുന്നത് നമസ്കാരമാണ്, നമസ്കാരത്തെ കുറിച്ചത്രേ. കർമ്മപരമായി ആദ്യം ചോദിക്കുന്ന അവൻ മുൻഗണനക്കീർ വന്നിട്ട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ എന്ന് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട.
ആദർശപരമായി, അമലിയായിട്ട്, കർമ്മപരമായി ഖബറിൽ വെച്ച് തന്നെ ഒരു വിശ്വാസിയോട്, ഒരു മുസ്ലിമിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ ജാസ ഫീഹാ നുളിറ ഫീമാ ദൂന ദാലിക്. ആ ചോദ്യത്തിന് അവൻ തക്കതായ മറുപടി പറയുകയും അവൻ നമസ്കാരക്കാരനായി മാറുകയും അവന്റെ നെറ്റിത്തടത്തിൽ ആ നമസ്കാരത്തിന്റെ അടയാളം തിളങ്ങി കാണുകയും ചെയ്താൽ അതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് ഇളവ് ചെയ്ത് കൊടുക്കുമത്രേ. ആ ഭാഗം ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടം. മെയിൻ ഭാഗം ഓക്കെ ആക്കിയല്ലോ, ബാക്കി അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ്. فَإِلَّمْ يُصَلِّي لَمْ تُجْزَ لَهُ فِيمَا دُونَ ذَلِكَ. ആ നമസ്കാരമില്ല എന്ന ഒരു വാക്കാണ് ഖബറിൽ വെച്ച് അവൻ പറയുന്നതെങ്കിൽ അതിനുശേഷം അവൻ ദുർഘടമായ ജീവിതമായിരിക്കും, അതിനുശേഷം അവൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ളത് അവൻ ഭീഷണിയുടെ അവസ്ഥയിലായിരിക്കും. ഒരു കർമ്മവും അവനിൽ നിന്ന് പിന്നീട് അവനെ രക്ഷപ്പെടുത്താൻ എത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മരിച്ചു കബറി കൊണ്ടുവച്ചാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിസ്കാരം. മഹ്ശറ എത്തിയാൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരം. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറയണമെങ്കിൽ 1-1.5 മണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഉണർത്തിയിട്ട് ഞങ്ങൾ നിർത്തുക. നിസ്കാരമില്ലാത്ത സഹോദര, ദുനിയാവിൽ അള്ളാഹു അവന് 3 ശിക്ഷകൾ കൊടുക്കും. ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ അവന്റെ പൈസ കൊണ്ട് ഒരു നന്മയ്ക്കും അവന് കൂട്ടു നിൽക്കാൻ കഴിയില്ല. അവന്റെ പൈസ ഹറാമിലേക്ക് ഇങ്ങനെ ചെലവായിക്കൊണ്ടേയിരിക്കും. ഒരു ഗുണത്തിന് അവന്റെ പൈസ ഉപകരിക്കുകയില്ല. എത്ര പൈസ കിട്ടിയാലും മതിയാവുകയില്ല. ഒരു കുടുംബത്തിലൊരു സമാധാനം ഇല്ല, വീട്ടിൽ പോയാലും സ്വസ്ഥതയില്ല. കാട്രായി അടിച്ചടിച്ച് മണിച്ചമ്പാട്ട് അടിച്ചടിച്ച് അവന്റെ സമയം മൊത്തം, അവന്റെ ജീവിതം മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ടാണ്? സമാധാനമില്ല, മനസമാധാനമില്ല. എന്തുകൊണ്ട്? അവന്റെ കുടുംബത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല ബർക്കത്തെടുത്തു. ഇനി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ബർക്കത്തില്ല എന്ന് കണ്ടാൽ അവന്റെ നമസ്കാരം മുനാഫിഖിന്റെ നമസ്കാരമായി കാണും. നമസ്കാരം മുനാഫിഖിന്റെ നമസ്കാരമായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലാഹു ബർക്കത്തെടുത്ത്. അല്ല, ഒരിക്കലും എടുക്കൂല. നമസ്കാരത്തിലൂടെ ഖൈറുകൾ ഉണ്ടാകും. വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നമസ്കാരം കൊണ്ട് സഹായം കിട്ടിയവരുടെ ഒരുപാട് സംഭവങ്ങൾ, സമയമില്ല. അതുകൊണ്ട് ഒന്ന്, യൻസിഉൽ ബർക്കത മിൻ ഉംരിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്തെടുത്ത് കളയും. 2, യംഹു സീമാഉസ് സാലിഹീന മിൻ വജ്ഹിഹി, അവന്റെ മുഖത്ത് നിന്ന് സാലിഹീങ്ങളുടെ അടയാളം അല്ലാഹു എടുത്തു മാറ്റുമത്രേ. നമസ്കാരം ഇല്ലാത്തവർ. അപ്പൊ നമസ്കാരക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖബറിനകത്ത് വെച്ച് നമസ്കാരമുള്ളവനാണ് മുഖത്തറിയാം, ആഖിറത്തിലുണ്ടെങ്കിൽ മുഖത്തറിയാം. എങ്ങനെ അറിയാം? പായിലിട്ട് ഉരച്ച് കുറച്ച് നമസ്കാര തഴമ്പുണ്ടാക്കി കൊണ്ടുപോയാൽ അതൊന്നുമല്ല. തറാഹും റുക്അൻ സുജ്ജദാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, തറാഹും റുക്അൻ സുജ്ജദാ. വിശ്വാസികളുടെ അടയാളം അവരുടെ നെറ്റിത്തടത്തിലേക്ക്, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ നമസ്കാരമുള്ളവരായിരുന്നുവെങ്കിൽ അവരുടെ മുഖം നൂറ് കൊണ്ട് പ്രകാശമാനമായിരിക്കും. പക്ഷേ നമസ്കാരമില്ലാത്ത വ്യക്തിയാണോ ഈ ലോകത്ത് നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാലിഹീങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് നീക്കം ചെയ്യുമത്രേ. യംഹു സീമാഉസ് സാലിഹീന മിൻ വജ്ഹിഹി, മുഖത്തുനിന്ന് അല്ലാഹു സാലിഹ്യങ്ങളുടെ അടയാളം എടുത്തു മാറ്റും. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമത് എന്താ? യംഹു സീമാഉസ് സാലിഹീന മിൻ വജ്ഹിഹി, മുഖത്ത് നിന്ന് സാലിഹ്യങ്ങളുടെ അടയാളം എടുത്തു കളയും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്, ലൈസ ലഹു കുല്ലു അമലി യഅമലുഹു ലാ യഅ്ജുറുഹു അലൈഹി,
അവൻ ചെയ്യുന്ന ഒരു അമലുകൾക്കും അല്ലാഹു കൂലി എഴുതുകയില്ല. നമസ്കാരം ഇല്ലാത്തവൻ ചെയ്യുന്ന അമലുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലുള്ള അമല്, അതിന് കൂലി എഴുതപ്പെടുകയില്ല. എൻറ്ററിങ് ആവൂല, എൻ്റർ ചെയ്യൂല. കമ്പ്യൂട്ടറിൽ പള്ളിക്ക് വേണ്ടി മിനാരത്തിന് 10 ലക്ഷം കൊടുത്തു, മെമ്പർ പണി 5 ലക്ഷം കൊടുത്തു, പിന്നെ ഇൻഷാ അദ്ദബഹു വ ഇൻഷാ ഗഫറ ലഹു. അല്ലാഹു ഉദാഹരണമാണ്, അവൻ ഇഷ്ടപ്പെട്ടാൽ പുറത്തു കൊടുക്കാം, അവൻ ഇഷ്ടപ്പെട്ടാൽ ശിക്ഷിക്കാം. അതിന് നമുക്ക് ചർച്ചയില്ല. പക്ഷേ ഹദീസിന്റെ വീക്ഷണത്തിൽ, ബാഹ്യ വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, നമസ്കാരമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. 3. 4. ولا يرفع إلى السماء دعاء. അവന്റെ ദുആ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. നമസ്കാരമില്ലാത്ത സഹോദരാ സഹോദരി, എത്ര നെഞ്ചത്തടിച്ച് കരഞ്ഞു ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, സ്വീകരിക്കണമോ നിങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നമസ്കാരം നിലനിർത്തിയിരിക്കണം. ഭർത്താവ് അറ്റാക്കായി ഐസിയുയിൽ കിടക്കുന്നു, പെണ്ണുമ്പുള്ള ഐസിയുടെ വാതിൽ കിടന്ന് നെഞ്ചത്തിരിച്ച് എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ അല്ലാ എൻ്റെ അല്ലാ. ഓ, ആവശ്യം വന്നപ്പോൾ അല്ലാ അല്ലാ, ആവശ്യമില്ലാത്തപ്പം ഇല്ലല്ലാ 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 ഇല്ലല്ലാ. ആ ദിക്റായിരുന്നു. ആവശ്യമുള്ളപ്പോൾ അല്ലാ അല്ലാ. ഇപ്പൊ അല്ലാഹ് വേണം അല്ലേ? അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന്റെ ദുആ ആകാശത്തേക്ക് ഉയരുകയില്ല. നമസ്കരിക്കാതെ എത്ര ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. തീർന്നില്ല, പിന്നെയോ വലൈസ ലഹു ഹള്ളുൻ ഫിദ്ദുആ. സാലിഹീങ്ങളുടെ ദുആയിൽ നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് യാതൊരു പങ്കുമില്ല. കമാ ഖാല റസൂലുള്ളാഹി. സാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിലെ നമസ്കാരമില്ലാത്തവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ നോക്കിയാൽ അത് നടക്കൂല എന്നർത്ഥം. പിന്നെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഞാൻ മോശക്കാരനായിരുന്നു, അല്ലാ ഈ സെക്കൻഡ് മുതൽ ഞാൻ തീരുമാനിക്കുകയാണ് നിന്നിലേക്ക് മടങ്ങാൻ, പശ്ചാത്തപിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ആരൊരാൾ ദൃഢനിശ്ചയം ചെയ്താൽ അല്ലാഹു സാലിഹീങ്ങളുടെ ദുആയിൽ അവർക്ക് പങ്ക് നൽകുമത്രേ. നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആർക്ക് വേണ്ടിയ ദുആ ചെയ്തോ? അത്തഹിയാത്ത് ഓതുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സാലിഹീങ്ങളായ എല്ലാ അല്ലാഹുവിന്റെ നല്ല അടിമകൾക്കും എല്ലാവിധ ശാന്തിയും സമാധാനവും അല്ലാഹു നൽകട്ടെ. അപ്പോ നമസ്കാരമില്ലാത്തവർ സാലിഹീങ്ങളല്ല, അവർക്ക് സാലിഹീങ്ങളുടെ ദുആയിൽ പങ്കുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 5 നിലയ്ക്കുള്ള ശിക്ഷ ദുനിയാവി വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുക മരിക്കുന്നതിന് മുമ്പ്. ഒന്ന് ബർക്കത്ത് എടുത്തു കളയും. 2 മുഖത്ത് ഈമാനിൻ നഷ്ടപ്പെടുത്തി അല്ലാഹു എടുത്തു കളയും.